ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പം നമ്മൾ CUT PGൻ്റെ വീഡിയോ ആണ്. ഓക്കെ, CUT PGൻ്റെ ഡിഗ്രി എടുത്ത് കഴിഞ്ഞു, UG കഴിഞ്ഞു. ഇനി നമുക്ക് PG ചെയ്യണം. അതും നമുക്ക് കേന്ദ്ര സർവകലാശാലകളിൽ ചെയ്യണം. അതിനുവേണ്ടി നമ്മൾ എഴുതേണ്ട ടെസ്റ്റ് എക്സാമാണ്, എൻട്രൻസ് എക്സാമാണ് CUT PG. ഓക്കെ, കോമൺ എൻട്രൻസ് ടെസ്റ്റ് ഈ സെൻട്രൽ യൂണിവേഴ്സിറ്റി എക്സാം ടെസ്റ്റായ CUT PG. ഓൾറെഡി നോ ദാറ്റ് നമ്മൾ ഓൾറെഡി ചെയ്തിരിക്കുന്ന വീഡിയോ UGൻ്റെ വീഡിയോ ആണ്. ആൻഡ് നമ്മളിപ്പോൾ PGയുടെ വീഡിയോ എന്തുകൊണ്ടാണ് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ഡിഗ്രി കംപ്ലീറ്റ് ആവാറായി. അപ്പോഴാണ് എനിക്ക് ഓക്കെ PGൻ്റെ ക്വൈറ്റ് കൈൻഡ് ഓഫ് ഡിഫറെൻ്റ് ആണ് കാര്യങ്ങൾ എന്നൊക്കെ എനിക്ക് മനസ്സിലായതു. ആൻഡ് ഒബ്വിയസ്ലി അതിനെക്കുറിച്ച് അധികം ആരും സംസാരിക്കുന്നില്ല. അപ്പോൾ നമ്മൾ PGയുടെ കാര്യങ്ങൾ സംസാരിക്കാം. ഓക്കെ, നമ്മൾ CUT UGയുടെ പോലെ തന്നെ CUT PGക്കും നമ്മുടെ NTA സൈറ്റ് ഉണ്ട്. ഞാൻ അതെങ്ങനെ കണ്ടുപിടിക്കാം ഇവിടെ കാണിച്ചു തരാം. ഓക്കെ, ഇവിടെ കാണിച്ചു തരാം. കറന്റ് നമുക്ക് സെൻട്രൽ യൂണിവേഴ്സിറ്റീസ്, സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റീസ്, ഗവൺമെന്റ് ഇൻസ്റ്റിറ്റ്യൂട്ട്, പ്രൈവറ്റ് യൂണിവേഴ്സിറ്റീസും കാണിക്കുന്നുണ്ട്. സെൻട്രൽ യൂണിവേഴ്സിറ്റീസ് ചൂസ് ചെയ്യുമ്പോൾ നമുക്ക് ഏതൊക്കെ സെൻട്രൽ യൂണിവേഴ്സിറ്റീസ് ആണ് അവൈലബിൾ ആയിട്ടുള്ളതെന്ന് കാണാൻ അവിടെ പറ്റും. അങ്ങനെ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ ഏതൊക്കെ യൂണിവേഴ്സിറ്റീസ് ആണ് ഓഫർ ചെയ്യുന്നതും എന്തൊക്കെ കോഴ്സസ് ആണ് ഉള്ളതെന്ന് കാണാം. ഇനി ഒരു മെത്തേഡ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇപ്പം എക്സാമ്പിൾ നമ്മുടെ കോഴ്സ് LLM ആണെന്ന് വിചാരിക്കും. ഓക്കെ, അപ്പം നമ്മൾ ഗൂഗിളിൽ പോയിട്ട് സെർച്ച് ചെയ്യാം പേപ്പർ കോഡ് ഫോർ LLM CUT PG. അപ്പം ഇത് ഞാനിവിടെ കാണിച്ചു തരാം. ഇങ്ങനെ നമുക്കൊരു കോഡ് കാണാൻ പറ്റും. ആൻഡ് അതിൻ്റെ സിലബസ് ഡൗൺലോഡ് ചെയ്യാനുള്ളത് നമുക്ക് ഇങ്ങനെ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ കണ്ടോ, ഇവിടെ PDF ആയിട്ടാണ് വരുന്നത്. നമുക്ക് അവിടെ PDF ഡൗൺലോഡ് ചെയ്തെടുക്കാൻ പറ്റും. അപ്പം ബേസിക്കലി CUT UGക്ക് നമുക്കറിയാം, നമ്മൾ +1 +2 പഠിച്ച അതേ എക്സാംസ് CUTൻ്റെ അണ്ടറിൽ ഓരോരോ പേപ്പറായിട്ട് നമ്മൾ ചൂസ് ചെയ്യണ കോഴ്സ് അനുസരിച്ച്, ചൂസ് ചെയ്യണ യൂണിവേഴ്സിറ്റി അനുസരിച്ച് നമുക്ക് ഓരോരോ എക്സാംസ്, അതായത് ഇപ്പം ഇംഗ്ലീഷ്, പൊളിറ്റിക്കൽ സയൻസ്, ബയോളജി, അങ്ങനെ ഓരോരോ എക്സാംസ് നമ്മൾ കൊടുക്കണം അല്ലേ. UGക്ക് നമുക്ക് അങ്ങനെയാണ്. പക്ഷെ PGക്ക് ഒരു സിലബസാണ് നമുക്ക് എക്സാം ആയിട്ട് കൊടുക്കേണ്ടത്. അതായത് അതിനെ പറയും ഒരു പേപ്പർ കോഡെന്ന്. ഓക്കെ, ആ പേപ്പർ കോഡിൻ്റെ ഉള്ളിൽ ഈ പറഞ്ഞ ആ കോഴ്സിന് ആവശ്യമായിട്ടുള്ള ഓരോരോ സബ്ജക്റ്റിൻ്റെ പല പാർട്ടായിട്ടുള്ള ഇതുകളൊക്കെ ആ സിലബസിൽ ഇൻക്ലൂഡ് ആയിരിക്കും. അപ്പം നമുക്കിത് എങ്ങനെ ഈ സിലബസ് കിട്ടുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യുക, നമുക്ക് ഏതാണ് വേണ്ട കോഴ്സ്. ഇപ്പം MSW ആണെന്ന് വിചാരിക്കാം. MSW പേപ്പർ കോഡ് ഫോർ CUT PG അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ആ പേപ്പർ കോഡ് ഇപ്പം എന്താ പറയുക, ഫോർ എക്സാമ്പിൾ CQP 14 അല്ലെങ്കിൽ HQP 15 അങ്ങനെയൊക്കെയാണ് ഈ പേപ്പർ കോഡിൻ്റെ നെയിം വരുന്നത്. എന്നിട്ട് അതിന് സിലബസ് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കത് ഒരു PDF ആയിട്ട് നമുക്ക് അവിടെ ലിങ്കും കിട്ടും. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ സിലബസ് ഡൗൺലോഡ് ചെയ്തെടുക്കാനും പറ്റും. ഓക്കെ, അങ്ങനെയാണ് CUT PGയുടെ ഓരോ കാര്യങ്ങൾ വരുന്നത്. നമുക്ക് NTA സൈറ്റിൽ പോയി കഴിഞ്ഞാൽ ഏതൊക്കെ യൂണിവേഴ്സിറ്റീസാണ്, ഏതൊക്കെ കോഴ്സുകളാണ് ഓഫർ ചെയ്യുന്നത്, അതിൻ്റെ ക്രൈറ്റീരിയ എല്ലാം തന്നെ കിട്ടുന്നതാണ്. അത് ഞാനിവിടെ കാണിക്കാം. ഓക്കെ, CUT PGനെ കുറിച്ച് ഇനി എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ കമൻറ്റ് ഇടാം, നമുക്ക് വീഡിയോ ചെയ്യാം.